അയോധ്യ രാമക്ഷേത്രത്തിന്റെ 2000 അടി താഴെ ഒരു ചെമ്പ് തകിട് കുഴിച്ചിട്ടിട്ടുണ്ട്. അതിൽ ക്ഷേത്രത്തിന്റെ ഒട്ടനവധി രഹസ്യങ്ങളടങ്ങിയ വിവരങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ചില അത്ഭുതകരമായ വിവരങ്ങൾ അയോധ്യ രാമക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അതായത് ക്ഷേത്രത്തിന്റെ അടിത്തറയിൽ തുടങ്ങി ഓരോരോ തൂണുകളിലും കല്ലുകളിൽ പോലും ഒരുപാട് കഥകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ശ്രീരാമൻ ഇഷ്ടികകൾ. രാമക്ഷേത്രം പണിയാൻ ഉപയോഗിച്ച ഇഷ്ടികകളിൽ എല്ലാം തന്നെ ശ്രീരാമൻ എന്ന വിശുദ്ധ ലിഖിതമുണ്ട്. ഇത് ഒരു പുരാതന ആചാരത്തിന്റെ ഭാഗമായാണ് നൽകിയിരിക്കുന്നത്. ഒരുപാട് വിശ്വാസങ്ങൾ ഇതിന് പിറകിലുണ്ട്. അടുത്തതായി വരുന്നത് പുണ്യനദികളുടെ സംഭാവനയാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക നദികളിൽ നിന്നുമുള്ള പുണ്യജലം ഉപയോഗിച്ചാണ് ആഗസ്റ്റ് 5 സമർപ്പണ ചടങ്ങുകൾ നടത്തിയത്. ഏകദേശം 150-ൽ പരം നദികളിൽ നിന്നുള്ള ജലം ഇതിനായി ഉപയോഗിച്ചുവെന്ന് പറയപ്പെടുന്നു. കൂടാതെ ഇരുമ്പും ഉരുക്കും ക്ഷേത്രത്തിന്റെ യാതൊരു നിർമ്മാണ പ്രവർത്തനത്തിനും ഉപയോഗിച്ചിട്ടില്ല. പല റിപ്പോർട്ടുകളും അനുസരിച്ച് രാമമന്ദിർ പൂർണ്ണമായും കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റീലോ ഇരുമ്പോ ക്ഷേത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടേയില്ല. അടുത്തത് പിൻഗാമികൾക്കായുള്ള ടൈം ക്യാപ്സ്യൂൾ. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നിയേക്കാം. ഇതെന്താണെന്നാൽ ക്ഷേത്രത്തിന് 2000 അടി താഴെയായി ഒരു ചെമ്പ് തകിട് കുഴിച്ചിട്ടിട്ടുണ്ട്. അതായത് ടൈം ക്യാപ്സ്യൂൾ. ഇതിൽ ക്ഷേത്രം, ശ്രീരാമൻ, അയോധ്യ എന്നിവയെക്കുറിച്ചുള്ള അതിപ്രസക്തമായ വിവരങ്ങൾ, ക്ഷേത്രത്തിനെ സംബന്ധിച്ച ഒട്ടേറെ രഹസ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ക്ഷേത്രത്തിന്റെ ഐഡന്റിറ്റി സംരക്ഷിക്കുന്നു. അടുത്തത് തായ്ലൻഡിൽ നിന്നുള്ള മണ്ണ്. അന്തർദേശീയ ആത്മീയ സൗഹൃദത്തിന്റെ അടയാളമായി ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറമുള്ള ശ്രീരാമന്റെ പൈതൃകം രാംലല്ലയുടെ സമർപ്പണ ചടങ്ങിനായി തായ്ലൻഡിൽ നിന്നുള്ള മണ്ണ് 2024 ജനുവരി 22 അയച്ചു നൽകി. അതും ക്ഷേത്രത്തിന്റെ ഒരടയാളമായി സൂക്ഷിക്കുന്നു. ഈ രാമക്ഷേത്രത്തിന്റെ അടിത്തറയ്ക്ക് വളരെയേറെ ആത്മീയ പ്രാധാന്യമുണ്ട്. കാരണം 2587 പ്രദേശങ്ങളിൽ നിന്നുള്ള പവിത്രമായ മണ്ണ് ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഝാൻസി, ബിത്തൂരി, ഹിൽദിഘട്ടി, യമുനോത്രി, ചിത്തോർഗഡ്, സുവർണക്ഷേത്രം തുടങ്ങി നിരവധി പുണ്യസ്ഥലങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. അടുത്തത് ക്ഷേത്രത്തിന്റെ വാസ്തുശില്പികളാണ്. സോമനാഥ ക്ഷേത്രം ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള 100-ലധികം പ്രസിദ്ധ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതിന് പേരുകേട്ട സോംപുര കുടുംബത്തിൽ നിന്നുള്ളവരാണ് രാമക്ഷേത്രത്തിന്റെ വാസ്തുശില്പികൾ. മുഖ്യ വാസ്തുശില്പിയായ ചന്ദ്രകാന്ത് സോംപുരിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ മക്കൾ പിന്തുണച്ചുകൊണ്ട് ക്ഷേത്ര വാസ്തുവിദ്യയിൽ തലമുറകളെ മറികടക്കുന്ന ഒരു പാരമ്പര്യം അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അത്രയേറെ പരമ്പരാഗതമായി ഒട്ടേറെ കൊത്തുപണികളോടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും സംരക്ഷിച്ചുകൊണ്ടാണ് ഇവരുടെ ക്ഷേത്ര നിർമ്മാണം. ക്ഷേത്രത്തിന്റെ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങൾക്ക് പോലും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. 3 നിലകളിലായി 2.7 ഏക്കറിൽ പരന്നു കിടക്കുന്ന ക്ഷേത്രത്തിൽ താഴത്തെ നില ശ്രീരാമന്റെ ജീവിതത്തെ ചിത്രീകരിച്ചിരിക്കുന്നു. അതേസമയം രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നുള്ള പിങ്ക് മണൽക്കല്ലുമായ ബൻസി പഹാർപൂർ കൊണ്ട് നിർമ്മിച്ച ശ്രീരാമന്റെ ദർബാറിലെ പ്രൗഢിയിൽ ആദ്യ നില സന്ദർശകരെ ഏറെ ആകർഷിക്കും. ഈ ക്ഷേത്രത്തിന് 360 അടി നീളവും 235 അടി വീതിയും കൊടുമുടി ഉൾപ്പെടെ 161 അടി ഉയരവുമുണ്ട്. 3 നിലകളും 12 ഗേറ്റുകളുമുള്ള ഇത് വാസ്തുവിദ്യയുടെ മഹത്വത്തിന്റെ സാക്ഷ്യമായി നിലകൊള്ളുന്നു. ക്ഷേത്രത്തിൽ 360ഓളം തൂണുകളുണ്ട്. അതിലെല്ലാം തന്നെ നാഗർശൈലി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ക്ഷേത്രത്തിന്റെ ദൃശ്യഭംഗി വർദ്ധിപ്പിക്കുകയും വാസ്തുവിദ്യാ വൈദഗ്ധ്യത്തിന്റെ മാസ്റ്റർ പീസ് ആക്കുകയും ചെയ്യുന്നു. ക്ഷേത്ര നിർമ്മാണത്തിന്റെയും ചുറ്റുപാടിന്റെയും പിന്നിൽ ഇത്രത്തോളം കഥകൾ നിലനിൽക്കുമ്പോൾ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് തിരഞ്ഞെടുത്ത ദിവസത്തിന് പിന്നിൽ പോലും വലിയ പ്രത്യേകതയുണ്ട് എന്നതാണ് വസ്തുത. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് തിരഞ്ഞെടുത്ത ദിവസത്തിന് പിന്നിൽ വലിയൊരു ഐതിഹ്യം തന്നെയാണുള്ളത്. അതായത് ജ്യോത്സ്യന്മാരുടെ അഭിപ്രായത്തിൽ ജനുവരി 22 മഹാവിഷ്ണുവിനായി സമർപ്പിക്കപ്പെട്ട ദ്വാദശിയായ കർമ്മദ്വാദശി കൂടിയാണ്. ഹിന്ദു പുരാണം അനുസരിച്ച് ഈ ദിവസമാണ് മഹാവിഷ്ണു കൂർമ്മരൂപത്തിൽ അവതാരമെടുത്തത്. അമൃത കടഞ്ഞെടുത്ത പാലാഴി മദനത്തിൽ സമുദ്രത്തിലേക്ക് താഴ്ന്നുപോയ മന്ദര പർവ്വതത്തെ ഉയർത്താൻ സഹായിച്ചത് രാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമായതുകൊണ്ട് തന്നെ ഈ ദിവസം ഉദ്ഘാടനത്തിന് യോജിച്ചതാണെന്നാണ് അന്ന് ഏവരും അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ടാണത്രേ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ജനുവരി 22 നിശ്ചയിച്ചത്. ഏതായാലും അയോധ്യ രാമക്ഷേത്രം തുറന്നു നൽകി 2 ആഴ്ച മാത്രം പിന്നിട്ടപ്പോഴേക്കും വരുമാനമായി ലഭിച്ചത് കോടികളാണ്.
12.8 കോടി രൂപ ഇതിനകം കാണിക്കയായി മാത്രം ലഭിച്ചുവെന്നാണ് ക്ഷേത്രത്തിന്റെ കണക്കുകൾ. അയോധ്യയിലേക്കുള്ള രാമഭക്തരുടെ തിരക്ക് അനുദിനം വർദ്ധിക്കുകയും ചെയ്യുന്നു. 15 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 30 ലക്ഷത്തിലധികം പേർ ക്ഷേത്ര ദർശനം നടത്തിക്കഴിഞ്ഞു. പ്രതിദിനം ഏതാണ്ട് 2 ലക്ഷം പേരെന്ന നിലയിൽ എത്തിയെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ പറയുന്നു. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്ന അന്നാണ് ഏറ്റവും അധികം വരുമാനം ലഭിച്ചത്. 3,17,00,000 രൂപയാണ് ജനുവരി 22-ന് കാണിക്കയായി ലഭിച്ചത്. പിന്നീടുള്ള ഓരോ ദിവസവും ശരാശരി 40 മുതൽ 50 ലക്ഷം രൂപ വരെ ലഭിച്ചുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു.